ഉണ്ടാവും അച്ചാറുണ്ടാവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ചട്ടിപ്പറമ്പ് ദന്തൽ ഹോസ്പിറ്റലിലാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ദന്തൽക്ക് വരണം, പിന്നെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ലിഫ്റ്റ് തുറക്കുന്ന ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഓൺ ആക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ കയറി, അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ഇറങ്ങി. നമുക്കാണെന്നുണ്ടെങ്കിൽ 4th ഫ്ലോറിലേക്കായിരുന്നു പോകാണ്ടായിരുന്നു. നമ്മളെ കൂടെ അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലിഫ്റ്റിൽ. അപ്പം എൻ്റെ കൂടെ റാഷി ഉണ്ട് കേട്ടോ. റാഷിൻ്റെ പല്ലിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ പിന്നെ കൂടുതൽ ആളായിട്ട് നമ്മളെ ലിഫ്റ്റിൽ നമ്മൾക്ക് കമ്പനിക്കായിട്ട്. പിന്നെ അവിടെ ചെന്നപ്പോഴാട്ടോ അവർ പറഞ്ഞത് ഇവിടുന്ന് ഫയൽ താഴത്തുനിന്ന് എടുത്തിട്ട് വേണം മേലേക്ക് വരാമെന്ന് കേട്ടോ. പിന്നെ റാഷിനോട് പറഞ്ഞു ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓളെ വെയിറ്റ് ചെയ്ത് കണ്ട് കുറേ നേരം ഇവിടെ ഇരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഓള് തിരിച്ച് വന്ന ശേഷം പിന്നെ ഓള് ഫയലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഓളെ നെയിമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ ഓൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. പിന്നെ ഞാൻ ഫുള്ള് പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തിരുന്നു. പിന്നെ കുറച്ച് നേരം സിനിമ കണ്ടു. എന്നിട്ടും ടൈം ബാക്കിയായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണം എന്നറിയണ്ടായിരുന്നു. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പോൾ ഓൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താൽ കേട്ടോ. അവൾ തിരിച്ചും കണ്ട് തന്നെ വന്നു. ഓളെ ഫോൺ തരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറി. പിന്നെ അവൾ ഈ ഒരു സൈഡിലേക്കാട്ടോ പോയത്. പിന്നെ ഓൾ പോയതിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷമാട്ടോ ഓൾ വരുന്നത്. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോൾ വെയിൽ കൊണ്ടിട്ട് ആകെ വേർത്തു, എന്തോ പരിവായിട്ട് ഗൈസ്. അപ്പോൾ കുറേ നേരം ഞാൻ ഇങ്ങനെ നിന്നിട്ടോ. കാരണം ഇവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആവും കേട്ടോ, നമുക്ക് തിരിച്ചും കണ്ട് ഇറങ്ങി വരാനായിട്ട്. അപ്പം ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കമ്പനിക്കാണെങ്കിൽ ആരുമില്ല. പിന്നെ കുറേ നേരം ഞാൻ അവിടേക്കും ഇവിടേക്കും നോക്കി. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓള് വരുന്ന കാണാനായിട്ട് ഞാൻ അവിടുത്തെ ഒരു നഴ്സിനോട് ചോദിച്ചിട്ടോ ടൈം എടുക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് നല്ല ടൈം എടുക്കും, 2-3 മണിക്കൂർ എന്തായാലും കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ഫുള്ള് എന്തായിരുന്നു എന്നറിയാം, ഇവിടുന്ന് വീണാലില്ലേ ജീവൻ പോലും ബാക്കി കിട്ടില്ലല്ലോ എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പോലെ കുറേ ആൾക്കാരുണ്ടാവും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ. പിന്നെ ഒരു 3-4 മണിക്കൂറിന് ശേഷമായിട്ട് ഓള് വരുന്നത്. ഓളെ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് ഓള് വന്നിട്ടോ. അപ്പോൾ ഓള് പല്ലൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിക്കാണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് എക്സിറ്റ് അടിച്ചിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി നേരെ പോകുന്നത് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ബസ് കാത്തിക്കുക കേട്ടോ. അപ്പോൾ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ബസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് കോട്ടയ്ക്കൽക്കാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോട്ടക്കലെത്തി. കോട്ടക്ക ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നായ്ക്കളൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നായ്ക്കൾ കിടക്കുന്നില്ലേ പാവലേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കണ ഇടയിലാട്ടോ ഈ ഒരു നായ് സെൻറ്ററിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കാണിച്ചു തരാട്ടോ ഗൈസ്. കണ്ടോ, സെൻറ്ററിൽ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും പേടിച്ച് വരച്ച് സൈഡിൽ കൂടെ ആയിട്ടാണ് പിന്നെ പോയത്. പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പാർലർക്ക് കുറേ നടക്കാൻ കേട്ടോ. കുറേയൊക്കെ നടന്ന് പിന്നെ വെയിലും കൊണ്ട് അകച്ചടച്ച് ഗൈസ്. അങ്ങനെ ഞാൻ കാണിച്ചു കേട്ടോ. ആമി നട്ടോ പാർലറിൻ്റെ പേര്. ഞങ്ങൾ കോട്ടക്കലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റെപ്പൊക്കെ കയറി ആകെ ക്ഷീണിച്ചു ഗൈസ്. കാരണം വെയിൽ കൊണ്ട് നടന്ന് ഒരു വിധമായിട്ടുണ്ടായിന്. അങ്ങനെ ഞങ്ങൾ അവിടെ ആളുണ്ടോ എന്നൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ എൻട്രൻസ് വന്നിട്ട് ഇങ്ങനെയും. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ചെരുപ്പൊക്കെ ഊരി ഇനി ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് കയറി പിന്നെ ഓള് ഫേഷ്യലിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ടോ. പിന്നെ ഞാനിതേപോലെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഹെയർ ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ മറച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഹെയറൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഓള് ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഹെയറൊക്കെ ഒന്ന് ഒതുക്കി വാർന്ന് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കറക്റ്റ് ഹെയർ മാത്രം ഒന്ന് കെട്ടി വെച്ചിട്ട് ഇതായ പോവാണ്. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇവിടെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സർവീസും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെതാ ഫേഷ്യലൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇനി താഴത്തേക്ക് പോവാണ്. അങ്ങനെതാ താഴത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഇനി നേരെ പോകുന്നത് ഇനി വീട്ടിലേക്കാണ് കേട്ടോ. പിന്നെ വെയിൽ കൊള്ളാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെ ഞങ്ങൾ മന്ദം ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ് വരാൻ ടൈം ആയിക്കുന്നുണ്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി പിന്നെ എന്തെങ്കിലും കഴിക്കണം അല്ലേ ഗൈസ്. ഞങ്ങളിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്കാട്ടോ പോണേ. ഗൈസ് എൻ്റെ വീട്ടിൽ അച്ചാറൊന്നുമില്ല. ഉണ്ടാവും അച്ചാറുണ്ടാവും. അപ്പോൾ ഗൈസ് വണ്ടിക്ക് അച്ചാർ വേണം. അപ്പോൾ നടന്ന് മന്ദം പോവുകയാണ്. വീട്ടിൽ പോണ റോഡാട്ടത്.
കട്ട് റോഡ്. ഇവിടെ മഴ വരുന്നുണ്ട് അല്ലേ? മഴ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വീട്ടിലെത്തിയതിന് ശേഷം മന്തി ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. മന്തി അൽഫാമും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ എടുക്കുന്ന വീഡിയോ രാത്രിക്കത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അജിമോളെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. അജിമോൾക്ക് 3 ദിവസത്തെ ആവി പിടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പനി കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ. ചെന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അജിമോൾ ഭയങ്കര വെയിറ്റിങ്ങിലാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആവിയൊക്കെ പിടിക്കണത്. അവൾ എത്ര വയ്യെങ്കിലും ആവി പിടിക്കാൻ സഹകരിച്ചു തരും കേട്ടോ. അജിമോളാണെന്നുണ്ടെങ്കിൽ കുറേ സമയം ആവിടിക്കാൻ വേണ്ടി കാത്തുന്നു കേട്ടോ. പക്ഷെ അവിടെ തിരക്കായ കാരണം നമുക്ക് ആവിടിക്കണ ഡിലേ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഓള്. അങ്ങനെ അന്ന് സ്കൂളിൽ വന്നപ്പോൾ തീരെ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ അജിമോൾക്ക്. ഭയങ്കരമായിട്ട് കഫക്കെട്ടും പിന്നെ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ കൊണ്ടാക്കിയപ്പോൾ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. വന്നപ്പോഴാണ് ഒക്കെ സീൻ ഉണ്ടായത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ അജിമോൾ ആവിടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കുറേ സമയം പിടിക്കൂട്ടോ. അത് കയ്യോളം ഇരുന്ന് തരും. അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കളിയായിട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കൊഞ്ചലായി. അങ്ങനെ പിന്നെ ചെറിയായി കളിയായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഓള് ഈ മാസ്ക് കൂരി വെച്ചിക്കാണ്ട് പിന്നെ ഇതേപോലെ പിടിക്കൽ തുടങ്ങി കേട്ടോ. ചെറിയ കുട്ടികൾ ഇങ്ങനെയെല്ലാം വെച്ച് ആവിടിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പിടിക്കൽ തുടങ്ങി കേട്ടോ. അങ്ങനെ ഫുള്ള് പിടിക്കൂട്ടോ. എങ്ങനെ ആയാലും ആൾ പിന്നെ ആവിയൊക്കെ പിടിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് എൻ്റെ ചെരുപ്പ് തപ്പിയിട്ട് കാണണ്ടായിരുന്നില്ല കേസ്. അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറി കേട്ടോ. അങ്ങനെ പിന്നെ ഓൾ പോകുന്നപ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.